അനശ്വരമായ വചനമിത്, അതിശയമായ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വചനമൊഴികളുടെ 3-ാം ഭാഗത്തിലേക്ക് ഇന്ന് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഊളിയിട്ട് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നിവസിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഇവിടെയും മാരകമായ ഉരുൾപൊട്ടലുകളും ജനങ്ങളുടെ സമ്പത്തുകളും ഭവനങ്ങളുമെല്ലാം നശിപ്പിക്കപ്പെട്ട സ്ഥിതിയിൽ ഒറ്റപ്പെട്ടും തകർന്നടിഞ്ഞപ്പെട്ടും ഇരിക്കുന്ന ഓരോ ദേശത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നീതിക്കും ന്യായത്തിനും സത്യത്തിനും വിരോധമായി ജീവിതശൈലിയിൽ അനുദിനം വന്ന വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളിൽ നിന്നും അകന്ന് ജീവിച്ച് സത്യവിശ്വാസത്തിൽ നിന്നും സത്യദൈവത്തിൽ നിന്നും പിന്മാറി വ്യതിചലിക്കുന്ന സമൂഹത്തിന്മേൽ, ജനതയുടെ മേൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ പരിശോധിക്കുമ്പോൾ ജലപ്രളയത്താലും മഹാമാരികളാലും ശിക്ഷിച്ചും ശാസിച്ചും സ്നേഹിച്ച് തിരികെ വിളിച്ചു ചേർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നന്മയ്ക്കാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങളാണ്. ഇതെല്ലാം നമുക്ക് പാപബോധവും പശ്ചാത്താപവും, ഞാൻ ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന്, ന്യായത്തിൽ നിന്ന്, നീതിപൂർവമായ ജീവിതത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ വരുവാനും ദൈവത്തോട് സാരിപ്പപ്പെടുവാനും ഉതകുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. തൂബീതിൻ്റെ പുസ്തകം 4:8 വചനം പറയുന്നത്, നീ അനാഥനിൽ നിന്ന് മുഖം തിരിക്കരുത്, അപ്പോൾ ദൈവവും നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സഹോദരങ്ങളെ, അനാഥനിൽ നിന്ന് നീ മുഖം തിരിച്ചാൽ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അനാഥരോടും വിധവമാരോടും ദരിദ്രരോടും നീതി പുലർത്തിയിട്ടില്ലെങ്കിൽ, ന്യായം നടത്തിയിട്ടില്ലെങ്കിൽ, അസത്യത്തിൽ നടന്നുവെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് നമ്മുടെ മുഖം തിരിച്ചു കളയും. അവൻ്റെ മുഖം തിരിച്ചു കളയും. എന്തെന്നാൽ നീതിമാന്മാരുടെ വഴി കർത്താവ് അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴി നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. സങ്കീർത്തനങ്ങൾ 1:6 വചനം അങ്ങനെ പറയുമ്പോൾ, സങ്കീർത്തനങ്ങൾ 11:5 പറയുന്നത്, കർത്താവ് നീതിമാന്മാരെ പരിശോധിക്കുന്നു എന്നും വഞ്ചകന്മാരെയും ചതിയെ സ്നേഹിക്കുന്നവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെറുക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മിൽ തന്നെ പരിശോധിക്കുവാനുള്ള നിമിഷങ്ങളാക്കി മാറ്റാം. പരദേശിയുടെയും അനാഥൻ്റെയും ന്യായം മറിച്ച് കളഞ്ഞിട്ടുണ്ടോ? വിധവയുടെ വസ്ത്രം പണയം നീ വാങ്ങിയിട്ടുണ്ടോ? പഴയ നിയമകാലത്ത് വസ്ത്രങ്ങൾ പണയം വയ്ക്കുന്നു, വസ്തുക്കൾ പണയം വയ്ക്കുന്നു, സമ്പത്തുകൾ കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്കറിയാം, വായിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 24:17. അതിലെല്ലാം ദൈവത്തിൻ്റെ നീതിപൂർവ്വം, ന്യായപൂർവ്വം, സത്യപൂർവ്വം പെരുമാറിയിട്ടില്ലെങ്കിൽ കാലാകാലങ്ങളിൽ ദൈവം പല പല പരിശോധനകളിലൂടെ, ശിക്ഷണത്തിലൂടെ ദൈവം വഴി നടത്തിയിട്ടുണ്ട്. മാനസാന്തരപ്പെട്ടവരെ തിരികെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ശേഷിപ്പ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. സത്യത്തിൻ്റെ പാതയിലൂടെ
വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നേറുന്ന ജനങ്ങളുടെ ഒരു ശേഷിപ്പാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്, കാത്തിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടിരിക്കുവാൻ നിന്റെ ത്രാസ് ന്യായമായതായിരിക്കണം, നിന്റെ അളവ് പാത്രം ന്യായമായതായിരിക്കണം എന്ന് ആവർത്തന പുസ്തകം 25:15 ദൈവം എഴുതി വച്ചു. അതിന് വിരോധമായി ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുമ്പോൾ, ദൈവത്തിന് വിരോധമായി ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അവിടെ നിന്ന് പരിശോധിക്കും. നീതിമാൻ തൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കും, കൈശുദ്ധമായവൻ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. നീതിമാനായ ഇയ്യോബിനെക്കുറിച്ച് നമുക്ക് അറിയാം. ഇയ്യോബ് 17:9 പറയുന്നത് നീതിമാൻ തൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുമെന്നാണ്. എത്ര വിരോധങ്ങൾ, എതിർപ്പുകൾ, നഷ്ടങ്ങൾ, നാശങ്ങൾ എല്ലാം ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും, തൻ്റെ മക്കളും സ്വന്തം ഭാര്യ പോലും വെറുത്തപ്പോഴും, സ്നേഹിതർ മാറിപ്പോയപ്പോഴും തൻ്റെ നീതിപൂർവമായ വഴിയിൽ അവന് കുറച്ച് നിന്നു. അവന് ഇരട്ടി പ്രതിഫലം ലഭിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഊളിയിട്ട് പരിശോധിക്കുമ്പോൾ ശിക്ഷിക്കുകയും ശാസിക്കുകയും എന്നാൽ മാറോട് ചേർക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. നീതിമാൻ തെക്കിലെ വൃക്ഷം പോലെ തളിർക്കുമെന്നാണ് പറയുന്നത്. അവൻ ലെബനോനിലെ ദേവദാരു വൃക്ഷങ്ങൾ പോലെ വളരുമെന്ന് പറയുന്നു. സങ്കീർത്തനം 92:12 അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഒരു വൃക്ഷത്തിന് വെള്ളം വേണം, വളം വേണം, പ്രകാശം വേണം. അതാറ്റു തീരത്ത് നട്ടപ്പെട്ടതാണെങ്കിൽ അതിന് സകലതും ലഭിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായ ജീവജല നദിയുടെ ഒഴുക്ക് നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ. നീതിമാന്മാർക്ക് പ്രകാശവും ഹൃദയനിലയുള്ളവർക്ക് സന്തോഷവും ഉദിച്ചു എന്ന് സങ്കീർത്തനം 97:11 പറഞ്ഞു വയ്ക്കുന്നു. അവർക്ക്, നീതിമാന്മാരായവർക്ക് പ്രകാശമുണ്ട്. അവരുടെ നേരിനടുത്ത സന്തോഷവും അവർക്ക് കടന്നു വരും. ഒരു നീതിമാൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയാലും അവൻ്റെ ഓർമ്മ എന്നെന്നും നിലനിൽക്കും. പരിശുദ്ധന്മാരെക്കുറിച്ചുള്ളതായ ഓർമ്മ വാഴ്വിനായി തീരും. സദൃശവാക്യം 10:7. സഹോദരങ്ങളെ, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. ഹബക്കുക്ക് 2:4. അവന് വിശ്വാസം മതി. വിശ്വാസം കൈ മുതലുള്ള ഒരു വ്യക്തിക്ക് വിശ്വാസത്താൽ ഈ മല മാറിപ്പോകും. വിശ്വാസത്താൽ രോഗം സൗഖ്യപ്പെടും. വിശ്വാസത്താൽ ചെങ്കടൽ വിഭാഗിക്കപ്പെടും. നമുക്കെതിരെ വരുന്നതായ പ്രതിസന്ധികൾ മാറിപ്പോകും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അവൻ നമുക്ക് തരും. വിശ്വാസത്തിൻ്റെ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് സമ്പത്ത് വർഷിപ്പിച്ചു തരും. പരമാർത്ഥ ഹൃദയത്തോടെ ഒരു നീതിമാൻ നടക്കും. അവൻ്റെ കാലശേഷം തൻ്റെ മക്കൾ സൗഭാഗ്യവാന്മാരായി തീരും. സദൃശ്യവാക്യം 20:7 പറയുന്നു. വിധവയെയും അനാഥരെയും എങ്കിലേക്ക് തിരിയുന്നവരെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. സത്യത്തിൻ്റെ പാതകളിലേക്ക് തിരിച്ചു വരുന്നവരെ അസത്യവാദികളായ സാത്താൻ്റെ കൂട്ടങ്ങൾ വലിച്ചിഴച്ച് അവരെ പീഡിപ്പിക്കുന്നു. ക്രിസ്തു വിരോധികൾ ക്രിസ്തു ശിഷ്യരെ പീഡിപ്പിക്കുന്ന കാലം. അനീതിയുടെ മാർഗത്തിൽ നീ പോകരുത്. സത്യമായത് നീ പ്രവർത്തിക്കുക. നിന്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുക. സത്യത്തിൻ്റെ ആത്മാവിൽ നീ ചരിക്കുക. സിംഹത്തിൻ്റെ ഗുഹയിലിട്ടാലും അവൻ്റെ വായടപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആ തിരിച്ചറിവ്, സ്നേഹത്തിൻ്റെ തലോടൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു പാവപ്പെട്ടവൻ നമ്മുടെ അരികിലുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവൻ്റെ മനസ്സിനെ ദുഃഖിപ്പിക്കാതെ, കുത്തി നോയിപ്പിക്കാതെ ശ്രദ്ധിക്കണം. അവൻ്റെ ഇല്ലായ്മയിലേക്കും വല്ലായ്മയിലേക്കും ഉള്ളതിൽ നിന്ന് പകർത്തു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ബാറാസിറെ പറഞ്ഞു വയ്ക്കുന്നത് 4:3. മുഖപക്ഷം കാണിക്കാത്ത ഒരു ദൈവത്തിൻ്റെ കൽപ്പനയാണ്. യാക്കോബ് ലേഖനത്തിലും പറയുന്നുണ്ട്, ബാറാസിറെ 4:26 പറയുന്നു. സഹോദരങ്ങളെ, സത്യം സമ്പാദിച്ച് വർദ്ധിപ്പിക്കുക. ജ്ഞാനവും വിവേകവും ശിക്ഷണവും
നിൻ്റെ കൈ മുതലായിരിക്കട്ടെ. നീ അതിനെ വിറ്റ് നശിപ്പിക്കരുത്, നീ അതിനെ കളഞ്ഞു കുളിക്കരുത്. സഹോദരങ്ങളെ, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും. അവൻ്റെ അധരങ്ങൾ വിശുദ്ധിയെ പൊഴിക്കും. അവൻ്റെ അധരങ്ങൾ നന്മയെ കാണിച്ചു കൊടുക്കും. അവൻ്റെ അധരങ്ങളിലൂടെ സദ്വചനങ്ങൾ പുറപ്പെടും. സദൃശവാക്യങ്ങൾ 12:19. സത്യസന്ധമായ ജീവിതം എന്ന് പറയുന്നത് രത്നങ്ങളെക്കാളും സ്വർണ്ണത്തെക്കാളും വിശിഷ്ടമാണ്. സഹോദരങ്ങളെ, ദുഷ്ടൻ്റെ വഴിവിട്ട് സത്യത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കാല അളവ് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും നീതിപൂർവമായ ന്യായപൂർവമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. കാരുണ്യപൂർവം മറ്റുള്ളവരോട് നമുക്ക് ഇടപെടുവാനുള്ള കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് പ്രാർത്ഥനയിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ മക്കളും കൊച്ചുമക്കളും കുഞ്ഞുമക്കളും അടങ്ങുന്ന കുടുംബം, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ കണ്ണുനീർ തൂകി രാത്രിയുടെ യാമങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റിരുന്നു. കരങ്ങൾ ഉയർത്തി ഹൃദയം നൊന്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങളെ തന്നെയും വിനയപ്പെടുത്തുന്നു, സമർപ്പിക്കുന്നു. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പൂരിതമാക്കണമേ. അവിടുത്തെ സത്യത്താലും നീതിയാലും ന്യായത്താലും ഞങ്ങളെ നടത്തണമേ. ഏറ്റവും എളിമയോടെ ഈ ശുശ്രൂഷ നിവർത്തിക്കപ്പെടുവാൻ, അത് കേൾക്കുവാൻ സംഗതി വരുത്തിയ പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.